കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ചോഴിക്കോട് മിൽപ്പാലത്ത് നിർമ്മിച്ച മീൻകുളത്തിലെ മലിനജലം ഒഴുകിയിറങ്ങി പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടാകുന്ന സംഭവത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി അടിയന്തരമായി പരിശോധന നടത്തി കർശന നടപടികൾ സ്വീകരിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. തുടർ നടപടികൾ 2 ആഴ്ചയ്ക്കകം അറിയിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി.കെ. ബീനാകുമാരി ആവശ്യപ്പെട്ടു. ചോഴിക്കോട് മിൽപ്പാലം സുമാ മന്ദിരത്തിൽ പ്രസന്നകുമാരി സമർപ്പിച്ച പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. കുളം നികത്തുകയോ ഉപയോഗപ്രദമാക്കുകയോ ചെയ്യണമെന്ന ഉടമസ്ഥർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും അവർ അതിന് തയ്യാറായില്ലെന്നും നിയമാനുസൃതം നടപടിയെടുക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി എസ് ശിവകുമാർ കമ്മീഷനെ അറിയിച്ചു. കുളത്തിലെ ദുർഗന്ധം കാരണം വീടിന്റെ ജനാലകൾ തുറന്നിടാൻ കഴിയുന്നില്ലെന്നും പരാതിക്കാരി പറയുന്നു. 2021 മുതൽ ഈ മീൻകുളത്തിനെ സംബന്ധിച്ചുള്ള പരാതികൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ എല്ലാ കളക്ടർക്ക് ഉൾപ്പെടെ ഈ ലോകം മൊത്തവും പരാതി ഞാൻ കൊടുത്തിട്ടും ഇന്ന് വരെ ഇതിനൊരു തീരുമാനമായില്ല. മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് മാത്രം എനിക്കൊരു നീതി കിട്ടി. പക്ഷേ അത് പഞ്ചായത്ത് സെക്രട്ടറിയോ മറ്റുള്ളവരോ അത് ഉപയോഗിക്കുന്നില്ല. പണവും സ്വാധീനവും മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. എൻ്റെ കുഞ്ഞിന് ഒരു പൊടി കുഞ്ഞിനുള്ളത് ഛർദ്ദിലും പനിയായിട്ട് ഇപ്പം കടയ്ക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അതുപോലും പഞ്ചായത്ത് ഹെൽത്തുകാർ ഇന്ന് വരെയും വന്ന ഒരു തീരുമാനം അവരെടുത്തിട്ടുമില്ല. ഒരു പെറ്റി പോലും അടിച്ചു കൊടുത്തിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞപ്പോൾ അവർ വന്ന് അഴുകിയ മീനും പറക്കി മാറ്റിച്ച് ഇത് ദുർഗന്ധം മാറ്റി തരണമെന്ന് പറഞ്ഞ് പരാതിയും അവർ കൊടുത്ത് വീട്ടിലും കയറി പറഞ്ഞിട്ട് അവർ പോയി. എന്നിട്ട് പോലും അവർ ചെയ്യുന്നില്ല. ഇപ്പോഴും അവിടെ നിന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് വന്ന റിപ്പോർട്ടും പ്രകാരം പോലും സെക്രട്ടറിയോ മറ്റുള്ളവരോ വന്നിട്ടില്ല. അവർ കുളം നികത്താനാണ് അവർ അന്ന് അവിടെ ആവശ്യപ്പെട്ട് സെക്രട്ടറിയുടെ കൂടെ പറഞ്ഞു വിട്ടത്. ഇപ്പോഴും അതിൻ്റെ ഓർഡർ എനിക്ക് മെനഞ്ഞാന്നാണ് കിട്ടിയത്. അതിനു മുമ്പേ ആ ഓർഡറും പ്രകാരം ഇവരെ കൊണ്ട് ഇപ്പം മീൻകുളം ഒരു ദിവസത്തേക്ക് വൃത്തിയാക്കിക്കുന്നുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് സെക്രട്ടറിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. സെക്രട്ടറിയാണ് ഇതിനകത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി വയ്ക്കുന്നത് സെക്രട്ടറിയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയും സെക്രട്ടറിയുടെ അടുത്ത് നിയമം വഴിക്ക് ഈ പോകാനുള്ളിടത്തെല്ലാം ഞാൻ പോയിട്ടുണ്ട്. മീൻകുളം മൂലം പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണെന്ന് നാട്ടുകാരും വ്യക്തമാക്കി. എല്ലാവർക്കും ഇളക്കവും ഛർദിലും പനിയൊക്കെയാണ്. എല്ലാത്തിനെയൊക്കെ ആശുപത്രി കൊണ്ടുപോയി. എൻ്റെ കൂടെ ഉണ്ട്, ഈ ഭാഗത്തെല്ലാം കുട്ടികളുണ്ട്. അതുപോലെ ഞങ്ങളെല്ലാം ഇതിൻ്റെ സ്മെല്ല് ശ്വസിച്ചും അങ്ങനെ ആയതും ഒക്കെ കണ്ട് ഇത് എന്തെങ്കിലും ചെയ്യാൻ ഇതിനൊരു നിയമ നടപടി ഉണ്ടായേ പറ്റൂ. ഇതൊരു അപേക്ഷയായിട്ട് കണക്കാക്കണം. അത്രയ്ക്ക് സഹിയിട്ട് ഇന്നൊന്നുമല്ലേ അല്ല തുടങ്ങിയത്, വർഷങ്ങളായി ഇതിങ്ങനെ. ഒന്നീ അവർ അതിൻ്റെതായ പരിപാലിക്കണം. മീൻ വളർത്തുന്നെങ്കിൽ അതിൻ്റെതായ രീതിക്ക് പരിപാലിച്ച് അതിൻ്റെതായ രീതി അത് കൊണ്ട് ചെയ്യണമല്ലോ. ഇത് ഇങ്ങനെ കുറേ വളർത്തും, പിന്നെ കളഞ്ഞ് അങ്ങ് പോകും. ഇത് കുറേ അങ്ങ് ചത്തൊടുങ്ങും. അതിനെ വൃത്തിയാക്കോ ഇല്ല, അതിനെ നോക്കോ ഇല്ല, ഒന്നുമില്ല, വെള്ളം മാറ്റക്കോ ഇല്ല, ഒന്നുമില്ല. ഇത് എത്ര നാളുകൊണ്ടെന്നറിയാം നമ്മൾ ഈ അനുഭവിക്കുന്നത്. ഇത് ആരെയും ദ്രോഹിക്കാനൊന്നുമില്ല, അവരെയും ദ്രോഹിക്കാനല്ല. അവരിതിനൊരു എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തി നമ്മളെ മുതിർന്നവരെയും കുട്ടികളെയൊക്കെ രക്ഷിക്കാൻ ഒരു അഭ്യർത്ഥനയായിട്ട് ഇത് കരുതണം. മുഖ്യമന്ത്രി മുതൽ താഴെത്തട്ടിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വരെ പരാതി നൽകി. പോലീസിന് വേറെയും. പക്ഷെ നടപടി മാത്രം എങ്ങുനിന്നും ഉണ്ടായില്ലെന്നും പോലീസ് നിർദ്ദേശിച്ചിട്ടും ഉടമസ്ഥർ അനുസരിച്ചില്ലെന്നും പരാതിക്കാരി കമ്മീഷനെ അറിയിച്ചു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് മീൻകുളങ്ങൾ അടിയന്തരമായി പരിശോധിച്ച് നടപടിയെടുക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.